സിറ്റുവേഷൻ വെച്ച് ഞാനൊരു 1.5 ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം. വെറും 1.5 ലക്ഷം രൂപ കേട്ടോ. ആ 1.5 ലക്ഷം രൂപ എനിക്ക് തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യയുടെ ഒരു എവിക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം RJ ഔട്ടായ ഒരു വീക്ക്. അപ്പൊ ആ ഒരു വീക്കിന് ശൈത്യ ഔട്ട് ആവേണ്ടതായിരുന്നു. അപ്പൊ ആദ്യത്തെ വീക്ക് RJ ഔട്ടായി, അതിനുശേഷം RJ ഔട്ടായി. അപ്പൊ ഈ RJ ഔട്ട് ആവണ വീക്കിന് വേണ്ടി അവരുടെ സമ്മതപ്രകാരമാണ്. ഇപ്പോ നിങ്ങൾക്ക് അറിയാം, വോട്ട് കാശ് കൊടുത്ത് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട്. ഇപ്പൊ നമ്മുടെ അക്ബറിനെയും ബിന്നിയുടെ ഒക്കെ PR ചെയ്ത ചിന്ത കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വോട്ട് നമുക്ക് തരും. അത് അതായത് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് ഇവര് കുറച്ച് പിള്ളേർ സെറ്റ് ഉണ്ട്. അവര് പോയിട്ട് ഒരാൾ 100 വോട്ട് വെച്ച് 20 പേര് 100 വോട്ട് വെച്ച് പിടിച്ച് 2000 വോട്ട് 3000 വോട്ട് നമുക്ക് ആവശ്യമുള്ള വോട്ട്. ഇപ്പൊ നമുക്ക് വേണ്ടത് 3000 വോട്ടാണെങ്കിൽ ആ 3000 വോട്ട് അവര് നമുക്ക് വാങ്ങിത്തരും. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്താണ്. അല്ലാതെ വേറെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ PR ഇല്ലാണ്ട് വിശ്വസിച്ച് പോകണതൊക്കെ മണ്ടന്മാരാണ്. ഇത്ര വിചാരിച്ചത്. കാരണം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്യാൻ പുറത്തെ ആളുകൾ എപ്പോൾ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി ബിഗ് ബോസ് തീരുന്നതോടുകൂടി നമ്മുടെ ഈ ചാനലിലും കൂടി വീഡിയോസ് വരാൻ പോവുകയാണ്. നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് ആളെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫോളോ ചെയ്യുന്നവർക്ക് ഒരുവിധം അറിയാം ആരാണ് ഈ വ്യക്തി. അതായത് ഈ ഒരു ജിൻഡോ കേക്ക് കൊടുത്ത് കേക്ക് ആദ്യം കഴിക്കുന്ന വ്യക്തി ആരാന്നുള്ളത് ഒരു ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവാത്തവർക്കായിട്ട് ഇതാണ് വിനു ആണ്. ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയണമെങ്കിൽ. അതായത് ഈ അനുമോളുടെ കയ്യിൽ നിന്ന് 16 ലക്ഷം രൂപയുടെ PR ഏറ്റെടുത്തു എന്ന് ആദ്യം പറഞ്ഞിരുന്ന വ്യക്തി. അതിനുശേഷം ഇന്നലെ ശൈത്യ വന്ന് പറഞ്ഞില്ലേ, ശൈത്യയുടെ കയ്യിൽ നിന്നും അനുമോളുടെ കയ്യിൽ നിന്നും പൈസ PR-ന് വേണ്ടി കാശ് വാങ്ങിയിട്ടുള്ള ദ സെയിം വ്യക്തി. ആ വ്യക്തിയുടെ വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ട സമയത്ത് ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ. മാത്രമല്ല ഇയാൾ കഴിഞ്ഞ വർഷം ജിൻഡോൻ്റെ PR ആയിരുന്നു എന്ന് പറഞ്ഞിട്ടോ. ഏതായാലും PR അംഗീകരിച്ചു, എല്ലാവരും PR ഉണ്ട് എന്നുള്ള അംഗീകരിച്ചു. PR കൊടുത്തിട്ടുണ്ട്, PR എടുത്തിട്ടുണ്ട്. സംഭവം എല്ലാവർക്കും PR ഉണ്ട്. അത് റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ സ്വയം PR ആണ് പല സിറ്റുവേഷനുകളിലും. കാരണം വെച്ചാൽ പബ്ലിക് റിലേഷൻസ്, നമ്മുടെ കഴിവുകളാണെങ്കിലും എന്താണെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണല്ലോ PR. അതില്ലാത്തൊരു സംഗതി എവിടെയില്ല. അതിനിടയ്ക്കൊരു വാക്ക് കേട്ടിരുന്നു OR എന്നുള്ളത്. അങ്ങനെ പല കാര്യങ്ങളും കേട്ടു. എന്തായാലും PR ഇപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും PR ഉണ്ട് എന്നുള്ള രീതിയിൽ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെയാണ് ഈ പ്രശ്നം വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വെറും കാശ് മാത്രം കൊടുത്തിട്ട് നിലനിൽക്കുക, അല്ലാതെ ഒരു കോണ്ടൻറ്റും കൊടുക്കാതെ അതിൻ്റെ ഉള്ളിൽ അവസാനം വരെ എത്തുന്ന ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഗെയിം കളിക്കുന്ന വ്യക്തികൾ ഇപ്പം ഇനി PR ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇതൊന്നൊരു വിഷയമല്ല. എന്തെങ്കിലും ഒരു ഗെയിം ഇതൊന്നുമില്ലാതെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രോബ്ലം. പിന്നെ ഇതിപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യേണ്ട റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നലെ ശൈത്യ കയറി കഴിഞ്ഞിട്ട് വളരെ വിവാദപരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി. അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ശൈത്യ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് സത്യം പറഞ്ഞാൽ ശൈത്യ കട്ടപ്പ കുത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ കത്തി തല തിരിഞ്ഞിട്ടാണ് കുത്തിയിട്ടുള്ളത്. പിടിയാണ് അനുമോൾക്ക് കുത്തി തോന്നുന്നുണ്ട്. കുത്തി കയറിയിട്ടുള്ളത് ശൈത്യയുടെ മേലെ തന്നെയാണ്. എന്താ പറയാൻ കാരണം വെച്ചാൽ അനുമോളെ മേല് ശൈത്യ നടത്തിയിട്ടുള്ള അലിഗേഷൻസ് ശൈത്യക്ക് തന്നെ തിരിച്ചു കുത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ വൈകുന്നേരം ഇരുന്നിട്ടുള്ള അവർ തമ്മിലുള്ള അടിപിടിയിൽ ശൈത്യ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് PR കൊടുത്തിട്ടാണ് നിൻ്റെ അതെന്നെ സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശൈത്യ വന്നത് മുതൽ അനുമോളുടെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടിക്കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ശൈത്യ പറഞ്ഞതാണ്, അതായത് നീ ആർക്കാണോ PR-ൻ്റെ പൈസ കൊടുത്തത് അതേ വ്യക്തി എൻ്റെ കയ്യിൽ നിന്നും കൂടി PR-ൻ്റെ പൈസ വാങ്ങിയിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ, അതായത് എന്നെ കട്ടപ്പ എന്ന് പറഞ്ഞിട്ടുള്ള നിൻ്റെ പേരിലുള്ള ഈ ഒരു ട്രോൾ ഉണ്ടാക്കിയിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചതും അതേ വ്യക്തി തന്നെയാണെന്നിട്ടുള്ള വളരെ വിവാദപരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നലെ ശൈത്യ പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും അത് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വ്യക്തി വിനുവാണ്. ഈ വിനു പറഞ്ഞിട്ടുള്ള ഞാൻ ആദ്യം കാണിച്ച വ്യക്തിയാണ്. ഈ വിനുവിൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെ ഞാൻ വേറൊരു പേജിലൂടെയാണ് കണ്ടത്. ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ, അതായത് എന്താണ് ശൈത്യ പറഞ്ഞ ആ ഒരു വ്യക്തി ഞാനാണ്, എന്താണ് അതിൻ്റെ റിയൽ സ്റ്റോറി എന്നുള്ളത് വിനു ഷെയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ വിഷയം ശൈത്യയുടെ അച്ഛനും അമ്മയ്ക്കും അറിയാം. അവർ പോലും ശൈത്യ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ അധികം എന്താ പറയുക ഡിസപ്പോയിൻറ്റഡ് ആണ്. ഞാനിത് എന്താ എടുത്ത് ചെയ്യാനുള്ള കാരണം എന്നറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാരണം. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നത്, ഞാൻ പോലും ചിന്തിച്ചു, ഞാനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, ചിന്തിക്കുന്ന ഒരു കേസ് എന്താണെന്നറിയോ, അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ടാർഗറ്റഡ് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്.
സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ മേലെ ടാർഗറ്റഡ് അറ്റാക്ക് വരുന്ന സമയത്ത് അയാൾക്കൊരു സഹതാപ വോട്ടിൻ്റെ ഒരു ഫാക്ടർ അവിടെ വരും. ആൾക്കാർക്ക് സഹതാപം തോന്നും, സ്വാഭാവികമായിട്ടും വോട്ട് കൂടും. അങ്ങനെ ഒരു തരംഗം അനുമോൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശൈത്യനെ അങ്ങോട്ട് വിട്ടതാണോ എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുമോളുടെ PR വേണമെങ്കിൽ ശൈത്യയെ സ്വാധീനിച്ച് ശൈത്യയോട് കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഞാനൊരു കമൻറ്റ് കൂടി എൻ്റെ പഴയ വീഡിയോയിൽ പിൻ ചെയ്തിരുന്നു, തമാശയ്ക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് സത്യം പറഞ്ഞാൽ ശൈത്യനെ വിട്ടിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്ത് ഹരാസ് ചെയ്തിട്ട് അനുമോൾക്ക് സിമ്പതി വോട്ട് തേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശൈത്യനെ അങ്ങോട്ട് വിട്ടിട്ടുള്ളത്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കൊടുത്തിട്ടുള്ള 1.5 ലക്ഷം രൂപ തിരിച്ചു തരാം. അതെന്താ വെച്ചാൽ ശൈത്യം കൊടുത്തിട്ടുള്ള കാശ് തിരിച്ചു കൊടുക്കാം എന്നുള്ള ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. വെച്ചാൽ ഭയങ്കര ഒരു സർക്കാസ്റ്റിക് രൂപത്തിൽ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറായിട്ടുള്ളൊരു ഒരു കമൻ്റാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലാണ് കാരണം എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം അനുമോളെ അവിടെ കോർണർ ചെയ്തിട്ട് അനുമോൾക്ക് വോട്ട് വാങ്ങിക്കൊടുക്കുന്ന സിറ്റുവേഷനിൽ പോകുന്നു. എന്തായാലും വിനി ഒരു സ്റ്റോറി ഇട്ടുണ്ട്. ആ സ്റ്റോറി ഞാനിവിടെ വായിക്കാം. നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്നത്. I would like to clarify that I have never signed for any exclusive PR work for ശൈത്യ സന്തോഷ്. ഞാൻ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യുന്നു, വിനു വിജയ് എന്നുള്ള അക്കൗണ്ട് കേട്ടോ. അതായത് ഞാൻ എക്സ്ക്ലൂസീവായിട്ട്, അതായത് ഒരാൾക്ക് മാത്രമായിട്ടുള്ള PR ശൈത്യയുടെ കയ്യിൽ നിന്ന് സൈൻ ചെയ്തിട്ടില്ല. ബിഫോർ ബിഗ് ബോസ് I was contacted by several contestants regarding PR including ശൈത്യ. ബിഗ് ബോസിന് മുന്നേ പല ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻസ്, ശൈത്യ അടക്കമുള്ള കണ്ടസ്റ്റൻസ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. Even Anmol was aware that Shaitya had reached out to me for inquiries. ഈ വിവരം അനുമോൾക്ക് പോലും അറിയാമായിരുന്നു. അതായത് ശൈത്യ അവരെ കോൺടാക്ട് ചെയ്തിരുന്നുള്ള അനുമോൾക്ക് പോലും അറിയാമായിരുന്നു. ആഫ്റ്റർ സ്പീക്കിംഗ് വിത്ത് ശൈത്യാസ് പാരൻസ് ഹു വർ എക്സ്ട്രീംലി ഹംബിൾ, kind and seemed quite helpless and worried, I genuinely felt the need to help them. അതായത് ശൈത്യയുടെ പാരൻസിനോട് സംസാരിച്ചതിന് ശേഷം അവർ അത്രയധികം വിനയം ഉള്ള ആൾക്കാർ, കൈൻഡ് ആൻഡ് അവർ ഹെൽപ്ലെസ്, ഒരു നിസ്സഹായരായിട്ട് വറീഡായിട്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് ജെന്യുവൻലി തോന്നി അവരെ ഹെൽപ്പ് ചെയ്യണം. I decided to support Shaitya for a month of a minimal fee of rupees 1.5 lakhs. ഞാൻ അതിൻ്റെ അവരുടെ കാര്യം കൊണ്ട് തന്നെ ഡിസൈഡ് ചെയ്തു ശൈത്യയെ ജസ്റ്റ് ഒരു മാസം മിനിമൽ ഫീ, ഏറ്റവും ചുരുങ്ങിയ പൈസയായിട്ടുള്ള 1.5 ലക്ഷം രൂപയ്ക്ക് ശൈത്യനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. with the goal of helping her survive the early eviction phase and stay visible for at least a month. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ ഏർലി എവിക്ഷൻ ഫേസ്, അതായത് ചെന്നോണ്ണത്തിന് എവിക്ഷൻ ഉണ്ടാകുന്നതിൽ സർവൈവ് ചെയ്തിട്ട് കുറച്ചും കൂടി വിസിബിളായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണത്തക്ക രീതിയിൽ വിസിബിളായിട്ട് നിൽക്കുന്ന വേണ്ടിയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും അതിന് വേണ്ടിയിട്ടായിരുന്നു. To achieve this, I hired a person to manage her account, collaborated with social media pages that were renamed as Shaitya Army. With 34,000 followers, coordinated WhatsApp engagement groups and set up a team to edit content from the live feed. അതായത് ശൈത്യ ആർമി എന്ന് പറഞ്ഞിട്ടുള്ള പേര് മാറ്റിയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജുമായിട്ട്, സോഷ്യൽ മീഡിയ പേജുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു, ഒരു ടീമിനെ വെച്ചു, വാട്സപ്പ് എൻഗേജ്മെൻറ്റ് ഗ്രൂപ്പുകളിൽ വെച്ചു, ആൻഡ് സെറ്റപ്പ് എ ടീം ടു എഡിറ്റ് ചെയ്ത് കോണ്ടൻറ്റ് വിടാൻ. അൺഫോർച്ചുനേറ്റ്ലി സ്ട്രാറ്റജി വർക്ക് ആയില്ല, അതായത് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട്സ് കിട്ടിയില്ല. കാരണം അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ശൈത്യയുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള കോണ്ടൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. കറക്റ്റ്. It's also important to note that Shaitya's parents had engaged another PR agency simultaneously. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കേസ്, SP മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു PR ഏജൻസീനെ ശൈത്യയുടെ പാരൻസ് അതേ സമയം തന്നെ ഹയർ ചെയ്തിരുന്നു. അത് ശരിയാണോ? Shaitya was evicted on the 36th day, 36ാമത്തെ ദിവസം, meaning my commitment and promise to her parents were fulfilled as agreed. അതായത് ശൈത്യ 36ാമത്തെ ദിവസം ആദ്യത്തെ ഒരു മാസത്തെ പൈസ വാങ്ങിയാനുള്ള പണി മൂപ്പർ ചെയ്തു. ആദ്യ പരിപാടി കഴിയുന്നതോടുകൂടി ശൈത്യ അവിടുന്ന് എവിക്റ്റ് ആയിപ്പോയി. അതുകൊണ്ട് അയാളുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റും പിന്നെ പാരൻസിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Later I was disappointed to learn that Shaitya accused me of calling her Kattappa and backstabbing her. ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് വന്നു. അത് ശൈത്യ കട്ടപ്പ എന്ന് വിളിച്ചിട്ട് പിരിഞ്ഞു കുത്തുന്ന വ്യക്തിയാക്കിയിട്ട് ശൈത്യനെ മാറ്റിയത് ഞാനാണെന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു. ദിസ് ക്ലെയിം ഇസ് കംപ്ലീറ്റ്ലി ബേസ്ലെസ് ആൻഡ് ഹാസ് അൺഫെയർലി ക്വസ്റ്റ്യൻ മൈ ഇൻറ്റഗ്രിറ്റി. അയാളുടെ ഇൻറ്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ്. ഐ എം ഷെയറിങ് ദിസ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ശൈത്യാസ് പാരൻസ്. ഇത് ഞാൻ എല്ലാം തുറന്നു പറയുന്നത് ശൈത്യയുടെ പാരൻസിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ്. ഹു ഹാവ് പേഴ്സണലി എക്സ്പ്രസ്ഡ് ദെയർ റിഗ്രറ്റ് ഓവർ ദിസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. പേഴ്സണലി അവർ ഈ ഒരു വിഷമം അവർ പറഞ്ഞിട്ടുണ്ട് വിനുവിനോട്. ഐ ഹോൾഡ് നോ ഗ്രഡ്ജസ് ആൻഡ് ഡു നോട്ട് വിഷ് ടു എസ്കലേറ്റ് ദി മാറ്റർ ഫർദർ.
ആസ് ഐ ബിലീവ് ദിസ് വാസ് സിംപ്ലി എ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ശൈത്യാസ് സൈഡ്. ശൈത്യയുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയി കണക്കാക്കിയിട്ട് ഞാനിത് ഫേർദറായിട്ട് എസ്കലേറ്റ് ചെയ്യാൻ ഇതാക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് 1.5 lakhs ഫ്രം ശൈത്യ. സോ ദിസ് ബേസിക്കലി കൺഫേംസ് ദി 16 lakh റൂമേഴ്സ്. ഇത് ബിഗ് ബോസ് മലയാളം ഇൻസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവരുടെ സംഭവമാണ് നിങ്ങൾ ലാസ്റ്റ് കണ്ടിട്ടുള്ളത്. 1.5 lakhs ഫ്രം ശൈത്യ. സോ ദിസ് ബേസിക്കലി കൺഫേംസ് ദി 16 lakh റൂമേഴ്സ്. യെസ്, 16 ലക്ഷം രൂപയുടെ PR എന്നുള്ളത് കൺഫേം ചെയ്യുന്നു. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒരു മാസം നിന്നിട്ട് അധികം കോണ്ടൻറ്റ് കൊടുക്കാത്ത ശൈത്യയ്ക്ക് മിനിമൽ പൈസ എന്നുള്ള കണ്ടീഷനിൽ, മിനിമൽ എമൗണ്ട് എന്നുള്ള കണ്ടീഷനിൽ 1.5 ലക്ഷം രൂപ വാങ്ങാമെങ്കിൽ ഇത്രയും ദിവസം നിന്നിട്ടുള്ള അനുമോളെ പോലെ സ്റ്റാർ വാല്യൂള്ളൊരു കണ്ടസ്റ്റൻ്റെ ഭാഗത്തുനിന്ന് 16 lakhs ഇസ് ബെയർ മിനിമം എന്നുള്ള കണ്ടീഷനിലാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാം, PR കൊണ്ട് ജയിച്ച സീസൺ എന്ന് ഈ സീസണിനെ അറിയപ്പെടും. ഇതാണ് 7ൻ്റെ പണി. സത്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റ്, എൻഡമോൾ ഷൈൻ, ബിഗ് ബോസ് ഇവരെക്കാളും ഫേമസ് ആയിട്ട് ബിഗ് ബോസിൽ ഇപ്രാവശ്യം ഉള്ളത് PR ആണ്. അത് 100% അതൊരു ഒരു ഫാക്റ്റാണ്. ഇപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. ഇനിയിപ്പോൾ ആര് ബിഗ് ബോസ് മലയാളം സീസൺ 7 ജയിച്ചാലും അത് PR കൊണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി ആൾക്കാർ പറയുക തന്നെ ചെയ്യും. കഷ്ടം അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. ഈ ചാനൽ വേറെയാണ്. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.